ഞാൻ ശ്രീജിത്ത്. ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന വിഷയം മാത്സ് ആണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ +1 ആദ്യ ചാപ്റ്ററായ സെറ്റ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ സെറ്റിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും സയൻസിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ സയൻസിൽ നിങ്ങൾക്ക് ഒരുപാട് മാത്സ് പ്രോബ്ലംസ് കാത്തിരിക്കുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യ പാഠമായ സെറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സെറ്റ് എന്താണെന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. എന്താണ് സെറ്റ് എന്നാണ് അല്ലേ. അപ്പോൾ നോക്കൂ, സെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമല്ലോ അല്ലേ, കമ്പനിയായിട്ട് നമ്മളിങ്ങനെ നടക്കില്ലേ. അപ്പോൾ നമ്മൾ പറയും ആ 4 ആൾക്കാർ ഒരു സെറ്റാണ്, അല്ലെങ്കിൽ ഈ 4 ആൾക്കാർ ഒരു സെറ്റാണ്, അങ്ങനെ പറയാറില്ലേ അല്ലേ. അല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ പറയും ആ ബെഞ്ച് ഒരു സെറ്റാണ്, ഈ ബെഞ്ച് ഒരു സെറ്റാണെന്നൊക്കെ അല്ലേ. അപ്പോൾ സെറ്റ് എന്ന് വെച്ച വേർഡ് നമ്മൾ ആദ്യമായിട്ടൊന്നുമില്ല കേൾക്കുന്നത്. നമുക്കറിയാം എന്താണ് സെറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു ടീമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത്. ഒരു കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു ടീമിനെയാണ് നമ്മൾ എന്ത് പറയുക, സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെറ്റ് നിങ്ങൾക്കറിയാം. നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ മാത്സിലെ സെറ്റാണ്. സോ മാത്സിലെ സെറ്റ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. സോ മാത്സിലെ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്നാണ്. കളക്ഷൻ ഓഫ് ഡിഫൈൻഡ് ഒബ്ജക്റ്റ് എന്നാണ്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുള്ള ഒരു കൂട്ടത്തെയാണ് സെറ്റ് എന്ന് പറയുന്നത്. അവരെ എങ്ങനെയൊക്കെ നിർവചിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പിന്നെ അവരുടെ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അവരെങ്ങനെ നിർവചിച്ചിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു നല്ല സെറ്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് നിർവചിക്കുന്നതെന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. എല്ലാ കൂട്ടത്തെയും ഒരു സെറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയുള്ള കൂട്ടങ്ങളെയാണ് സെറ്റ് എന്ന് പറയാമെന്ന് ഞാൻ പറയുകയാണ്. നോക്കൂ, നമുക്കിപ്പോൾ ഒരു നാച്ചുറൽ നമ്പറിൻ്റെ ഒരു സെറ്റ് എടുത്തു. ഞാൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കൂട്ടം എടുത്തു. എന്ന് വെച്ചാൽ നമ്മുടെ എണ്ണൽ സംഖ്യകളുടെ ഒരു കൂട്ടം ഞാൻ എടുത്തു. അപ്പോൾ എണ്ണൽ സംഖ്യയുടെ ഒരു കൂട്ടം എടുത്തു കഴിഞ്ഞാൽ അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? 1, 2, 3, 4, 5 അങ്ങനെ വരുന്ന എല്ലാ എണ്ണൽ സംഖ്യകളും എവിടെ ഉണ്ടായിരിക്കും? എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്ന കൂട്ടത്തിലുണ്ടായിരിക്കും. അപ്പോൾ ഈ കൂട്ടത്തിൽ അല്ലാത്തൊരു എണ്ണൽ സംഖ്യയെ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. കാരണം എണ്ണൽ സംഖ്യകളെന്ന് പറഞ്ഞ സെറ്റിൽ ആരുണ്ടായിരിക്കും? എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട്. സോ അത് നല്ല വെൽ ഡിഫൈൻഡ് ആണ്, അല്ലെ, കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. ആ ഒരു കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും എവിടെ ഇല്ല? പുറത്തില്ല. ആ കൂട്ടത്തിൻ്റെ സ്വഭാവമുള്ള ഒരാൾ പോലും എവിടെ ഇല്ല? പുറത്തില്ല. അങ്ങനെ ഒരാളെപ്പോലും പുറത്ത് കണ്ടെത്താൻ പറ്റാത്ത സെറ്റുകളെ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിർവചിച്ചിരിക്കുന്ന കൂട്ടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത്. ഇനി അതല്ലാത്ത സെറ്റ് അല്ലാത്തൊരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലോകത്തിലെ മികച്ച 5 ഫിലിം ആക്ടേഴ്സിൻ്റെ പേര് എഴുതാൻ പറഞ്ഞു. ലോകത്തിലെ മികച്ച 5 നടന്മാരെ പേര് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതുന്ന 5 ആവില്ല, നിങ്ങൾ എഴുതുന്ന 5 അല്ലേ. ഞാൻ എഴുതുന്ന 5 നടന്മാരായിരിക്കുമോ നിങ്ങൾ എഴുതുന്ന 5 നടന്മാർ? അല്ല. അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്. എനിക്ക് മോഹൻലാലിനെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് മമ്മൂട്ടിനെ ആയിരിക്കും ഇഷ്ടം, അല്ലേ. അപ്പോൾ നമ്മുടെ സെറ്റുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കും? വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയില്ല? സെറ്റ് എന്ന് പറയില്ല. കാരണം ഞാൻ എഴുതുന്ന ടീമും നിങ്ങൾ എഴുതുന്ന ടീമും വേറെയാണ്. ആദ്യം പറഞ്ഞപ്പോൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നതും നിങ്ങൾ എഴുതുന്നതും ലോകം മൊത്തം എഴുതുന്നതും എന്തുതന്നെയായിരിക്കും? 1, 2, 3, 4, 5 എന്ന് തുടരെയായിരിക്കും. സോ അങ്ങനെ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറ്റ് എന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ആൾക്കാരൊന്ന് പഠിക്കാനുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുറച്ച് ആളുകൾക്ക് ഒരു ചെറിയ പുതിയ പേര് അല്ലെങ്കിൽ പുതിയ അക്ഷരങ്ങൾ കൊടുക്കുകയാണ്. അതിലാദ്യം വരുന്നതാണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ, അല്ലേ. എണ്ണൽ സംഖ്യകൾ ആരൊക്കെയാണ്? 1 തുടങ്ങിയിട്ട് എവിടെയാണ് അവസാനിക്കുന്നത് നമുക്കൊരു വീഡിയോ ഇല്ല. 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ടീമിനെയാണ് നമ്മൾ എന്ത് പറയുക? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ഈ സെറ്റിനെ N എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക. സോ N എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. സോ നാച്ചുറൽ നമ്പേഴ്സിനെ N എന്ന് പറയും. അടുത്തതെന്ന് പറയുന്നത് Z ആണ്. Z എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് ആണ്. എന്താണ്? ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണസംഖ്യകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4, 5 അങ്ങനെ പോവും. 0 അതിലുണ്ടായിരിക്കും. പിന്നെ താഴോട്ടും വരും. -1, -2, -3 അങ്ങനെ ആ അനന്തതയിലേക്ക് അങ്ങനെ പോകും, അല്ലേ. -∞ മുതൽ +∞ വരെ ആരുണ്ടായിരിക്കും? ഇൻറ്റിജേഴ്സ് ഉണ്ടായിരിക്കും. ഇനി വരുന്നതാണ് Q എന്ന് പറയും. Q എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സിനെയാണ് Q എന്ന് പറയുന്നത്. റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഭിന്നസംഖ്യകൾ, ഫ്രാക്ഷൻ എന്നൊക്കെ പറയില്ല, അതന്നെ സാധനം റാഷണൽ നമ്പേഴ്സ്. അതിനെ നമ്മൾ Q എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറ്. എന്തിനാണ് സൂചിപ്പിക്കാറ്? Q എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക റാഷണൽ നമ്പേഴ്സ്.
സോ റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് ഒരു ഭിന്നസംഖ്യ എന്ന് പറയുന്നത്? ഭിന്നസംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ P/Q രൂപത്തിൽ എഴുതാൻ പറ്റണം. ഒരു സംഖ്യ ബൈ മറ്റൊരു സംഖ്യ. ഇങ്ങനെ എഴുതുമ്പോൾ വരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് പിയും ക്യൂവും ഇൻറ്റിജർ ആയിരിക്കണം. പിയും ക്യൂ എന്തായിരിക്കണം? ഇൻറ്റിജർ ആയിരിക്കണം, പൂർണ്ണസംഖ്യകളായിരിക്കണം. ക്യൂ ഒരിക്കലും പൂജ്യമാവാൻ പാടില്ല. ക്യൂ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പൂജ്യമാവാനും പാടില്ല. അങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാത്ത നമ്പേഴ്സിന് എന്ത് പറയും? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. അങ്ങനെ അല്ലാത്തവരെന്ത് പറയും? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. അടുത്തതാണ് റിയൽ നമ്പേഴ്സ്. അതിന് 6 എന്നാണ് പറയുക. റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം പഠിച്ച എല്ലാ നമ്പേഴ്സിൻ്റെയും സെറ്റിനെയാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സും ഇൻറ്റിജേഴ്സും ഫ്രാക്ഷനും എല്ലാവരും എവിടെ ഉണ്ടായിരിക്കും? റിയൽ നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും കാലം പഠിച്ച എല്ലാ നമ്പേഴ്സ്, നെഗറ്റീവ് അങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കാലം പഠിച്ച എല്ലാ നമ്പേഴ്സിൻ്റെയും സെറ്റിനെയാണ് എന്ത് പറയുന്നത്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി റിയൽ നമ്പർ അല്ലാത്തൊരു നമ്പർ ഉണ്ട് കേട്ടോ, കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്നത്, മൈനസ് വരുന്നത്. റൂട്ടിനകത്ത് മൈനസ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ചില റെപ്രസെൻറ്റേഷനൊക്കെ കൊടുത്ത് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ അത് നിങ്ങളെ +2 നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നേ വരെ നിങ്ങൾ പഠിച്ച എല്ലാ നമ്പേഴ്സിൻ്റെയും സെറ്റിനെയാണ് എന്ത് പറയുന്നത്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ചില സമയത്ത് ഇങ്ങനെ Z+ എന്ന് എഴുതാറുണ്ട്. Z+ എന്ന് എഴുതാറുണ്ട്. Z+ എന്ന് വെച്ചാൽ ഒന്നുമല്ല. Z എന്ന് വെച്ചാൽ എന്താ? ഇൻറ്റിജേഴ്സ് ആണ്. സോ പ്ലസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെയാണ് എന്ത് പറയുക? Z+ എന്ന് പറയാം. ഇനി Q+ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. R+ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. N+ എന്ന് പറയുമോ? പറയേണ്ട ആവശ്യമില്ല, കാരണം എണ്ണൽ സംഖ്യകളെല്ലാവരും എന്താണ്? പോസിറ്റീവാണ്. ഇത്രയും നമ്പേഴ്സിനെയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളതും ഉപയോഗിക്കാനുള്ളതും. അപ്പോൾ ഇനി മുതൽ N എന്ന് പറഞ്ഞാൽ ആരാണ്? നാച്ചുറൽ നമ്പറാണ്. Z എന്ന് പറഞ്ഞാൽ ഇൻറ്റിജേഴ്സാണ്. Q എന്ന് പറഞ്ഞാൽ എന്താണ്? റാഷണൽ നമ്പേഴ്സാണ്. R എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സെറ്റിലേക്ക് മെല്ലെ ഇറങ്ങുകയാണ്. സെറ്റ്, ആ സെറ്റിനെ എങ്ങനെ രൂപം കൊടുക്കും എന്ന് വെച്ചാൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പേര്, അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് അടുത്തത് പോകുന്നത്. അപ്പോൾ ഒരു സെറ്റിന് ഇങ്ങനെയാണ് എഴുതുക. ഒരു ഓപ്പൺ ബ്രേസ് ഉണ്ടായിരിക്കും, ഒരു ക്ലോസ്ഡ് ബ്രേസ് ഉണ്ടായിരിക്കും. ഒരു ഓപ്പൺ ബ്രേസിൻ്റെയും ഒരു ക്ലോസ്ഡ് ബ്രേസിനും അകത്താണ് സെറ്റിലെ എലമെൻസിനെ എഴുതുക. ഒരു ഓപ്പൺ ബ്രേസിൻ്റെയും ഒരു ക്ലോസ്ഡ് ബ്രേസിൻ്റെയും അകത്താണ് സെറ്റിലെ എലമെൻസിനെ എഴുതുക. സെറ്റിന് പേര് കൊടുക്കുമ്പോൾ എപ്പോഴും ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് ഉപയോഗിക്കാറ്. A മുതൽ Z വരെയുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് സെറ്റിന് പേര് കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി സെറ്റിനകത്ത് ഏതെങ്കിലും കാരണവശാൽ എന്ത് വരുന്നുണ്ടെങ്കിൽ, എലമെൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ, ആൽഫബറ്റായിട്ട് എലമെൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ട് സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും. അവരെന്തായിരിക്കും? സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സെറ്റ് എഴുതുക. അപ്പോൾ സെറ്റ് A = 1 2 3 4 1 2 3 4 എന്ന് പറയുന്ന ഒരു സെറ്റാണിത് അല്ലേ. ഇങ്ങനെയാണ് ഒരു സെറ്റ് എഴുതുക. സെറ്റിനകത്ത് എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 1 2 3 4 സെറ്റിലെ എലമെൻറ്റ്സ്. അവരെ വേർതിരിച്ചിരിക്കുന്ന ഓരോ കോമകൾ വെച്ചാണ് അല്ലേ. അപ്പോൾ ഒരു സെറ്റിൻ്റെ രൂപം എന്ന് പറയുന്നത് ഫസ്റ്റ് അതിൻ്റെ പേര്, സെറ്റിൻ്റെ പേര് A എന്നാണ് നമ്മുടെ സെറ്റിൻ്റെ പേര്. ആ സെറ്റ് സൂചിപ്പിക്കുക എങ്ങനെയാണ്? ഒരു ഓപ്പൺ ബ്രേസിൻ്റെയും ക്ലോസ്ഡ് ബ്രേസിൻ്റെയും അകത്ത് എലമെൻറ്റ്സിനെ കോമ ഇട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഇതേ സെറ്റ് നോക്കൂ, ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് വിചാരിക്കുക. 4 3 2 1 എന്ന് എഴുതിയെന്ന് വിചാരിക്കുക. 4 3 2 1 എന്ന് എഴുതിയാലും ഈ രണ്ട് സെറ്റും ഒരേ സെറ്റാണ്. എലമെൻറ്റ്സിന് അവിടെ ഓർഡർ ഇല്ല. ഒന്നിൽ തുടങ്ങി ചെറുതിൽ നിന്ന് തുടങ്ങി വലുതിലേക്ക് എത്തണമെന്നോ വലുതിൽ തുടങ്ങി ചെറുതിലേക്ക് എത്തുന്നോ അങ്ങനെ ഒന്നുമില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, 3 2 1 4 ഇങ്ങനെ എഴുതാം. എവിടെ തുടങ്ങുന്നോ എവിടെ അവസാനിക്കുന്നു എന്നൊന്നുമില്ല. ആ എലമെൻറ്റ്സ് എല്ലാവരെയും കോമ ഇട്ട് എഴുതിയാൽ മതി. ഒരു എലമെൻറ്റിനെ ഒരു വട്ടം എഴുതേണ്ടുള്ളൂ. എന്ന് വെച്ചാൽ 4നെ ഒരു വട്ടം എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സെറ്റിൽ ഒരിക്കലും എന്ത് എഴുതരുത്? 4 എഴുതരുത്. 3നെ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും എന്ത് എഴുതരുത്? 3 എഴുതരുത്. ഒരു എലമെൻറ്റിനെ ഒരു വട്ടേ നമ്മൾ എവിടെ എഴുതുള്ളൂ? സെറ്റിൽ എഴുതുള്ളൂ. അപ്പോൾ ഇത്രയാണ് സെറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത്. സെറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി സെറ്റ് 3 രൂപത്തിൽ എഴുതും. 3 രൂപത്തിൽ സെറ്റിനകത്തുള്ള ആളുകളെ എഴുതും, അല്ലെങ്കിൽ സെറ്റിലെ ആളുകളെ റെപ്രസെൻ്റ് ചെയ്യും. ആ 3 വിധങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് റോസ്റ്റർ ഫോമാണ്. റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോം. മൂന്നാമത്തത് വെൻ ഡയഗ്രാം. സോ ആദ്യത്തതാണ് എന്ത്? റോസ്റ്റർ ഫോം. ഈ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ
അഥവാ ടാബുലാർ കേട്ടോ. റോസ്റ്റർ ഫോം എന്നും പറയും, ടാബുലാർ ഫോം എന്നും പറയും. എന്ത് പറയും? റോസ്റ്റർ ഫോം എന്നും പറയും, ടാബുലാർ ഫോം എന്നും പറയും. സോ ഇതിനൊരു എക്സാമ്പിൾ ഞാൻ എഴുതുകയാണ്. എ ഈക്വൽ ടു സെറ്റ് AEIOU. ഏതാണ്? നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവ്വൽ ലെറ്റേഴ്സ് ആണല്ലേ, AEIOU എന്ന്. ഇതാണ് നമ്മുടെ സെറ്റ്. സെറ്റിൻ്റെ പേര് ഞാൻ എ എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ എ ക്യാപിറ്റൽ ലെറ്റർ ആണ്, അകത്ത് വരുന്ന എ സ്മോൾ ലെറ്റർ ആണ്. എലമെൻറ്റ്സ് സ്മോൾ ലെറ്റർ ആയിരിക്കും, പേര് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അപ്പോൾ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിലെ എലമെൻസിനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്പേസ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ എലമെൻസിനെ തന്നെ എഴുതുന്ന രീതിയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഈ സെറ്റിലെ എലമെൻസിനെ എലമെൻസായി തന്നെ എഴുതുന്ന രീതിയാണ് എന്ത് പറയുന്നത്? റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇതും സെറ്റ് ബിൽഡർ ഫോമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നോക്കൂ. അടുത്തതാണ് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം ഇങ്ങനെ എഴുതുക: എ ഈക്വൽ ടു സെറ്റ് vowels in English alphabet. സെറ്റ് ബിൽഡർ ഫോം ഇങ്ങനെ എഴുതുക. എന്താ ഇത് വായിക്കൽ ഇങ്ങനെയാണ്: എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ആൽഫബറ്റ് എക്സ് ഈസ് എ വവ്വൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വവ്വൽ ലെറ്റേഴ്സ് ആണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന ആളുകൾ. അതാരൊക്കെയാണ്? AEIOU ആണ് അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ ആ എലമെൻസിനെയാണ് എഴുതിയത്, ഇപ്പോൾ എഴുതിയത് ആ എലമെൻസുകൾ ആരാണ് അല്ലെങ്കിൽ എന്താണെന്നാണ് എഴുതിയിട്ടുള്ളത്. സോ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, എലമെൻറ്റ്സ് എഴുതുന്നതാണ്. സെറ്റ് ബിൽഡർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരിച്ച് എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരാളെന്ന് പറയുന്നത് വെൻ ഡയഗ്രമാണ്. വെൻ ഡയഗ്രാം. അപ്പോൾ ഡയഗ്രാം എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും എന്താണ്, എന്തോ വരയ്ക്കാനാണുള്ളത് അല്ലേ. അത്രയേ ഉള്ളൂ. സെറ്റിൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഒരു സെറ്റ് ഞാൻ എടുത്തു, ഒരു കൂട്ടം സെറ്റിനെ ഞാൻ എടുക്കുകയാണ്. ABCDEM അങ്ങനെ ഞാൻ എല്ലാ ലെറ്റേഴ്സിനെ കുറേ ലെറ്റേഴ്സിനെ എടുത്തു. കുറേ ലെറ്റേഴ്സിനെ എന്ത് ചെയ്തു? ഒരു ചതുരത്തിലാക്കിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് ആരാണ്? സെറ്റിൻ്റെ പേര് എ എന്നാണ്. സെറ്റിൽ പറയുന്ന ആൾക്കാരൊക്കെയാണ് AEIOU ആണ് അല്ലേ. AEIOU അവരെ ഞാനൊരു വട്ടത്തിലാക്കി. ആ വട്ടത്തിൻ്റെ മേലെ ഞാൻ എ എന്നിട്ടു. അവരൊരു സർക്കിളിനകത്താക്കി. എന്നിട്ട് ആ സർക്കിളിൻ്റെ മേലെ ഞാൻ എന്ത് കൊടുത്തു? എ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എ എന്ന സെറ്റിലെ മെമ്പേഴ്സാണ് ആര്? AEIOU എന്ന്. സോ ഇങ്ങനെയാണ് വെൻ ഡയഗ്രത്തിൽ ഡയഗ്രാമാറ്റിക് ആയിട്ട് നമ്മൾ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക? സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഇത്രയാണ് സെറ്റിൻ്റെ ബേസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സെറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് 3 വിധത്തിൽ സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് നിങ്ങളുടെ പാഠഭാഗത്തിലെ എക്സസൈസ് 1.1 എന്ന് പറഞ്ഞ പാഠഭാഗത്തിലെ എക്സസൈസ് ഭാഗത്തിലേക്കാണ്. സോ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയുന്നത്: ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത് ഓഫ് ആൻ ഇയർ ബിഗിൻ വിത്ത് ദ ലെറ്റർ ജെ. ഒരു വർഷത്തിലെ ജെയിൽ തുടങ്ങുന്ന മാസങ്ങളുടെ എന്ത്? സെറ്റ്. ആരൊക്കെയാണ് ജെയിൽ തുടങ്ങുന്ന മാസങ്ങൾ? ജാനുവരി, ജൂൺ, ജൂലൈ അല്ലേ. ഈ 3 മാസങ്ങളിലുള്ളത്. സോ ഈ 3 മാസങ്ങൾ. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പൊതുവായ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പറയുന്നവരൊക്കെ സെറ്റ് ആണോ അല്ലയോ എന്നാണ് കേട്ടോ. സെറ്റ് ആണോ അല്ലയോ എന്നാണ്. ഈ പറയുന്നവരൊക്കെ സെറ്റ് ആണോ അല്ലയോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് മാസത്തിലെ ജെയിൽ തുടങ്ങുന്ന മന്തുകളുടെ സെറ്റ്. ആരൊക്കെയാണ്? ജനുവരി, ജൂൺ, ജൂലൈ. ഞാൻ എഴുതിയാലും ഈ 3 ആളെയാണ് എഴുതുക, നിങ്ങൾ എഴുതിയാലും ഈ 3 ആളെയാണ് എഴുതുക. ഇനി ലോകത്തുള്ള എവിടെ പോയി ആരെഴുതിയാലും ഇംഗ്ലീഷ് ഇയറിലെ 3 മാസങ്ങൾ അല്ലേ, ജെയിൽ തുടങ്ങുന്ന 3 മാസങ്ങൾ എഴുതാൻ പറഞ്ഞാൽ ആരെ തന്നെ എഴുതുള്ളൂ? ജനുവരി, ജൂൺ, ജൂലൈ തന്നെ എഴുതുള്ളൂ അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഒരു സെറ്റാണ് അല്ലേ. ഈ സെറ്റിൽ ഇല്ലാത്ത വേറൊരാളെ ജയിൽ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു മന്ത് നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? കൃത്യമായിട്ട് നമുക്ക് പറയാം ഇതെന്താണ്? ഒരു വെൽ ഡിഫൈൻഡ് സെറ്റാണ്. ഇനി അടുത്ത പറയുന്നത് കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മികച്ച 10 എഴുത്തുകാരുടെ സെറ്റ് എഴുതാനും. സോ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഞാൻ എഴുതുന്ന 10 ആളാവണമെന്നില്ല നിങ്ങൾ എഴുതുന്നത്, അതാവണമെന്നില്ല മറ്റു പലരും എഴുതുന്നത്. സോ അതെന്തല്ല? സെറ്റല്ല.
അടുത്തത് പറയുന്നത് എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും മികച്ച 11 കളിക്കാരുടെ സെറ്റ്. അതും അതുപോലെ തന്നെയാണ് അല്ലേ. ഞാൻ എഴുതുമ്പോൾ സച്ചിൻ വരും, ചിലപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ സച്ചിൻ വരില്ല. സച്ചിൻ എല്ലാവരും എഴുതുമ്പോൾ വരും, കാരണം മുപ്പയാൾ അത്രയും നല്ല കളിക്കാരനായതുകൊണ്ട്. പക്ഷേ എല്ലാവരും ഞാൻ എഴുതുന്ന 10 ആൾ തന്നെ ആവണം നിങ്ങൾ എഴുതുന്നതെന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്തല്ല, അതും എന്തല്ല, ഒരു സെറ്റല്ല. അടുത്തത് പറയുന്നത് ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ ബോയ്സും അല്ലേ, നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയാലും നിങ്ങൾ എഴുതിയാലും ഇനിയിപ്പോൾ HM എഴുതിയാലും ടീച്ചർമാർ എഴുതിയാലും ആരെഴുതിയാലും ബോയ്സ് എല്ലാവരും അതിലുണ്ടായിരിക്കുമല്ലോ അല്ലേ. അതിൽ നിന്ന് ആരെങ്കിലും പുറത്താക്കപ്പെടുമോ? ഇല്ല. അപ്പോൾ അതെന്താണ്? സെറ്റാണ്. നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സ് എന്ന് പറഞ്ഞ കുട്ടികൾ, നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിൻ്റെ പേരുകൾ എഴുതി കഴിഞ്ഞാൽ ആ പേരിൽ ഇല്ലാത്തൊരു ബോയ് പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതിലെല്ലാവരും ഉണ്ടായിരിക്കും. അത് കാരണം അതെന്താണ്? സെറ്റാണ്. അടുത്ത എന്താ? കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. 100-ന് താഴത്തുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും, 100-ന് താഴത്തുള്ള എല്ലാ എണ്ണൽ സംഖ്യകളുടെയും കൂട്ടം 1 മുതൽ 99 വരെയുള്ള സംഖ്യകൾ ഞാൻ എഴുതിയാലും നിങ്ങൾ എഴുതിയാലും ആരെഴുതിയാലും എന്തുണ്ടാവും? 1 മുതൽ 99 വരെ ഉണ്ടായിരിക്കും. ആയതുകൊണ്ട് അതെന്താണ്? സെറ്റാണ്. അടുത്തത് കളക്ഷൻ ഓഫ് വവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മൂസി പ്രേംചന്ദ്. പ്രേംചന്ദിൻ്റെ കൃതികളിൽ വരുന്ന, വവൽസ് അല്ല നോവൽസ് ആണ് കേട്ടോ. പ്രേംചന്ദ് എഴുതിയ നോവൽസിൻ്റെ സെറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ മതി? ജസ്റ്റ് പ്രേംചന്ദ് എഴുതിയ നോവൽസിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എഴുതിയാലും നിങ്ങൾ എഴുതിയാലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് പറയാൻ പറ്റും എന്താണ്? സെറ്റാണ്. അടുത്തത് കളക്ഷൻ ഓഫ് ഓൾ ഈവൺ ഇൻറ്റിജേഴ്സ്. ഈവൺ ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ് ഞാൻ എഴുതിയാലും നിങ്ങൾ എഴുതിയാലും എന്ത് തന്നെയാണ്? ഈക്വൽ തന്നെയാണ്. സോ അതും എന്ത് തന്നെയാണ്? സെറ്റാണ്. സോ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ കഴിയുന്നതിനെ നമ്മൾ സെറ്റ് എന്ന് പറയും, അല്ലാത്തതിനെ സെറ്റ് അല്ല എന്ന് പറയും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് അല്ലേ, നമുക്ക് എല്ലാവർക്കും ഗവൺമെൻറ് ഒരേ ടെക്സ്റ്റ് തരുന്നതുകൊണ്ട് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയാലും നിങ്ങൾ എഴുതിയാലും ഇനി ഈ ടെക്സ്റ്റ് നോക്കി ആരെഴുതിയാലും എന്ത് തന്നെയായിരിക്കും? ഒരേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആവും എഴുതുക. അതുകൊണ്ട് അതെന്താണ്? സെറ്റാണ്. എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ്. അത് ഞാൻ എഴുതിയാലും നിങ്ങൾ എഴുതിയാലും ഒരുപോലെ ആവുമോ? ഇല്ല. ആനപ്പാപ്പാന് ആന പാവാണ് അല്ലേ, പക്ഷെ ഉമ്മക്ക് ആന ഭീകരനാണ്. സോ ആ ഡേഞ്ചറസ് എലിമേൽ ആ ആനപ്പാപ്പാനാണ് എഴുതണമെങ്കിൽ അതിൽ ആന ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ ഞാൻ എഴുതുമ്പോൾ അതിൽ ആന ഉണ്ടായിരിക്കും. സോ ആ സെറ്റ് അത് സെറ്റാണോ? അല്ല. കാരണം 2 പേര് എഴുതുമ്പോൾ 2 തരത്തിലാണ് ആവുന്നത്. അതുകൊണ്ട് അതെന്തല്ല? സെറ്റല്ല. ഇനി അടുത്തത് പറയുന്നത് കുറച്ച് സെറ്റുകൾ തന്നിട്ടുണ്ട്. ആ സെറ്റുകളൊക്കെ അല്ലെങ്കിൽ ആ എലമെൻറ്റ്സ് അതിൽ ഉൾപ്പെടുമെന്നാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ നമുക്കറിയേണ്ട കാര്യം, നമുക്കൊരു സിമ്പിൾ പഠിക്കാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു സെറ്റ് എഴുതി. സെറ്റ് 1 2 3. സെറ്റിൻ്റെ പേര് A എന്നാട്ടോ. A = സെറ്റ് 1 2 3 4. ഇങ്ങനൊരു സെറ്റ് എഴുതി കഴിഞ്ഞാൽ 1 ഈ സെറ്റിലെ മെമ്പറാണ് എന്നിങ്ങനെയാണ് എഴുതുക. A1 belongs to A. 1 ഈ സെറ്റിലെ മെമ്പറാണ്. 1 belongs to A എന്നാണ് ഇതിൽ വായിക്കുക കേട്ടോ. 1 belongs to A. 1 ആരിലുണ്ട്? എയിലുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ 5 ഇതിലില്ലല്ലോ. സോ 5 not belongs to. അതേ ചിഹ്നം ഇടുക, എന്നിട്ടൊരു ക്രോസ് ഇട്ട് കൊടുക്കുക. അതെവിടെ ഇല്ല? എയിലില്ല. 5 does not belongs to എവിടെയാണ്? A. 5 does not belongs to A എന്ന് എഴുതും അല്ലേ. 1 belongs to A ആണ്, 5 does not belongs to A ആണ്. 1 എയിലുണ്ട്, 5 എയിൽ ഇല്ല. ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. സോ ഇനി ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് A = 1 2 3 1 to 6 കേട്ടോ. 1 2 3 4 5 6 വരെയുള്ള സെറ്റിന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് എലമെൻറ്റ്സ് തന്നിട്ട് നമ്മളോട് പറയുകയാണ് അത് ഈ സെറ്റിലെ മെമ്പർ ആണോ അല്ലയോ എന്ന് നമ്മുടെ ഈ ബിലോങ്സ് ടു അല്ലെങ്കിൽ ഡസ് നോട്ട് ബിലോങ്സ് ടു സിമ്പിൾ ചേർത്തുകൊണ്ട് പറയാനാണ്. സോ അതിൽ ഫസ്റ്റ് പറയുന്നത് 5 ആണ്. 5 എന്തിലുണ്ട്? എയിലുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 5 belongs to A. 5 belongs to A. ഇനി അടുത്ത പറയുന്നത് 8 ആണ്. 8 ഈ സെറ്റിലുണ്ടോ? ഇല്ല. സോ 8 does not belongs to A. ഇനി അടുത്ത പറയുന്നത് 0 ആണ്. 0 does not belongs to A. ഇനി പറയുന്നത് എത്രയാണ്? 4 ആണ്. 4 belongs to A. ഇനി പറയുന്നത് 2 ആണ്. 2 ഉണ്ട് ലേയിൽ. 2 belongs to A. സിമ്പിളാണ്. അതിലുണ്ടോ ഇല്ലയെന്ന് ജസ്റ്റ് നോക്കാനേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ബിലോങ്സ് ടു എന്നിടുക, ഇല്ലെങ്കിൽ ഡസ് നോട്ട് ബിലോങ്സ് ടു എന്നിടുക. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിട്ടേൺ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. തന്നിരിക്കുന്ന
ക്വസ്റ്റ്യൻസിന് എന്ത് എഴുതാനാണ്, റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് അല്ലേ. റോസ്റ്റർ ഫോം എന്ന് വെച്ചാൽ എങ്ങനെയാണ്, എലമെൻറ്റ്സ് ആയിട്ട് എഴുതുന്നതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. നമ്മളെങ്ങനെ എഴുതണം, റോസ്റ്റർ ഫോമിൽ എഴുതണം, റോസ്റ്റർ ഫോമിൽ. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് സെറ്റ് എ ഈക്വൽ ടു, എന്നാണ് സെറ്റിൻ്റെ പേര്. അതിൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7. എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ്, അയാൾ കിടക്കുന്നത് -3നും 7നും അകത്താണ്. -3ഉം 7ഉം അതിനകത്തും ഉണ്ട്. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 എന്നാണ്. എക്സ് എന്ന് പറയുന്നത് -3നോട് തുല്യവും വലുതുമാണ്, 7നേക്കാൾ തുല്യവും ചെറുതുമാണ്. അങ്ങനെ വരുന്ന എക്സുകളുടെ സെറ്റ്. സോ ആരൊക്കെയാണ്, സെറ്റ് എ ഈക്വൽ ടു -3 -2 -1 0 1 2 എക്സിട്ര ഏത് വരെയാണ്, 7 വരെ. ഏത് വരെയാണ്, 7 വരെ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ന് വെച്ചാൽ എന്താണ്, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യകൾ, 6ൽ ചെറുത്, 6നേക്കാൾ ചെറിയ എണ്ണൽ സംഖ്യകളുടെ സെറ്റ്. ആരൊക്കെയാണ് സെറ്റ്, 1 2 3 4 5 വരെ അല്ലേ. ലെസ് ദാൻ ആണ് കേട്ടോ. നേരത്തെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്തേ ഉള്ളൂ, ലെസ് ദാനേ ഉള്ളൂ. ഓക്കെ അല്ലേ. ഇനി അടുത്തത് പറയുന്നത് എക്സ് ഈസ് എ 2 ഡിജിറ്റ് നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് 8. ഒരു 2 ഡിജിറ്റ് നമ്പർ എന്ന് വെച്ചാൽ ഒരു 2 അക്ക സംഖ്യ, ആ സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ, ആ സംഖ്യയിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം, 8 കിട്ടണം. സോ ആ സെറ്റിൻ്റെ പേര് സി എന്നാണ്. സി ഈക്വൽ ടു 8 കിട്ടണമെങ്കിൽ ആരൊക്കെ വേണം, 1ഉം 7ഉം അല്ലേ. 1 7ഉം അപ്പോൾ 17, 17ഉം 71 അല്ലേ. ഇനി 2 വെക്കുമ്പോൾ ആരെ കിട്ടും, 2ഉം 6ഉം അപ്പോൾ 26ഉം 62. ഇനി 3 വെക്കുമ്പോൾ 3ഉം 5ഉം 35ഉം 53. 6 വയ്ക്കുമ്പോൾ 62 നമുക്ക് കിട്ടിയതാണ്, 7 വയ്ക്കുമ്പോൾ കിട്ടി. ഇനി 0ഉം 8ഉം വെക്കാം അല്ലേ. 0 8 എന്ന് പറയുമ്പോൾ അത് 2 ഡിജിറ്റ് നമ്പർ അല്ല, പക്ഷേ 80 എന്ന് പറയുന്നത് എന്താണ്, ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. സോ സെറ്റ് ഇതാണ് കിട്ടുക. ഇനി അടുത്തത് പറയുന്നത് എക്സ് ഈസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് ഡിവൈസർ ഓഫ് 60. 60ൻ്റെ ഡിവൈസർ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ്. സോ 60ൻ്റെ ഡിവൈസർ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് വരിക, പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയാലോ അല്ലേ, ഘടകങ്ങളില്ലാത്ത ആൾക്കാർ. 2 3 5 7 11 അങ്ങനെ പോകൂലേ. ആരാ ഉള്ളത്, 2 ഉണ്ടായിരിക്കും, 3 ഉണ്ടായിരിക്കും, 5 ഉണ്ടായിരിക്കും. വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ, ഇല്ല അല്ലേ. 2 3 5 ആണ് അതിലുണ്ടായിരിക്കുക. പിന്നെ വരുന്നത് ഒരു 15 ഉണ്ടായിരിക്കും, 15ന് ഡിവൈസർ ഉണ്ട്. പിന്നെ 30 വരുന്നത്, 30ന് ഡിവൈസർ ഉണ്ട്. സോ വേറെ ആരുമില്ല. ഇത്രയാണ് അതിൽ ആ ഒരു സെക്ഷനിൽ. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞ സിമ്പിളാണ്. എന്താണ്, ആ ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തുക, നേരെ സെറ്റിനകത്ത് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. അതാണ് നമ്മളിപ്പോൾ ചെയ്തത് അല്ലേ, സോറി. അടുത്തത് റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. അടുത്ത് തന്നിരിക്കുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാനാണ്. റോസ്റ്റർ ഫോമിലാണ് തന്നിട്ടുള്ളത്, എങ്ങനെ എഴുതണം, സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതണം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെറ്റ് 3 6 9 12 ഇങ്ങനെ ഒരു സെറ്റാണ് തന്നിട്ടുള്ളത്. ഈ സെറ്റിനെ എങ്ങനെ എഴുതും, പക്ഷേ ഞാൻ സെറ്റിന് പേര് തന്നിട്ടില്ല, ഞാൻ പേര് എ എന്ന് കൊടുക്കാൻ കേട്ടോ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, എക്സിൻ്റെ സ്വഭാവം എന്താണ് നോക്കൂ, 3 6 9 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 3ൻ്റെ ഗുണിതങ്ങളാണ് അല്ലേ. അപ്പം 3x 3x ആണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു, എക്സ് എവിടെയുള്ളതാണ്, നാച്ചുറൽ നമ്പേഴ്സിലുള്ളതാണ് അല്ലേ. എക്സ് ബിലോങ്സ് ടു എവിടെയാണ്, നാച്ചുറൽ നമ്പേഴ്സിലുള്ളതാണ്. ഇനി എന്താണ്, നാച്ചുറൽ നമ്പേഴ്സിലുള്ളതാണ്. നമുക്ക് നേരെ സെറ്റ് റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ മതിയല്ലോ. എക്സ് സച്ച് ദാറ്റ് എന്ത് എഴുതാൻ പറ്റും, എക്സ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3 ലെസ് ദാൻ 12 വരെയാണ് ഉള്ളത്. അപ്പോൾ ലെസ് ദാൻ 13 എന്ന് എഴുതിയാൽ മതി. 3ൻ്റെ ഗുണിതങ്ങൾ, 13ന് താഴെയുള്ള 3ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്ന സെറ്റിൽ ആർക്ക് ഉണ്ടായിരിക്കും, 3 ഉണ്ടാവും, 6 ഉണ്ടാവും, 9 ഉണ്ടാവും, 12 ഉണ്ടായിരിക്കും. ഇനി അടുത്തത് 2 4 8 16 32. അടുത്ത ബി എന്ന് പറയുന്ന സെറ്റ് തന്നിരിക്കുന്നത് എത്രയാണ്, 2 4 8 16 32. നമുക്കറിയാം ഇതാരാണ്, 2ൻ്റെ പവേഴ്സിൻ്റെ സെറ്റാണ് അല്ലേ. എന്താണ്, 2ൻ്റെ പവേഴ്സിൻ്റെ സെറ്റാണ്. നമുക്ക് എങ്ങനെ എഴുതാം, ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ്
പവർ ഓഫ് 2 ലെസ് ദാൻ 33. 33 താഴെയുള്ള രണ്ടിൻ്റെ പവറുകളുടെ സെറ്റ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇനി അടുത്തത് തന്നിട്ടുള്ളത് 5, 25, 125, 625. സോ സെയിം ആണ്. ഇവിടെ നേരത്തെ 2ൻ്റെ പവർ എഴുതി, ഇപ്പോൾ എന്താണ് 5ൻ്റെ പവറാണ്. ഇനി പറയുന്നത് 2, 4, 6 2, 4, 6 എക്സിട്ര എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇരട്ട സംഖ്യകളുടെ സെറ്റാണ് അല്ലേ. എക്സ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എന്ത് എഴുതിയാൽ മതി, ഈവൺ നമ്പേഴ്സ് എന്ന് എഴുതിയാൽ മതി. അടുത്തത് തന്നിരിക്കുന്ന 1, 4, 9 എക്സിട്ര 100 ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ പൂർണ്ണവർഗ്ഗങ്ങൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ സെറ്റാണ്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, സെറ്റ് എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് പവർ ഓഫ് എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10 അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകളുടെ സെറ്റ് എന്ന് എഴുതാൻ പറ്റും. സോ ഇത്രയാണ് നമുക്ക് സെറ്റ് എന്ന ചാപ്റ്ററിലെ ആദ്യ ഭാഗത്ത് പഠിക്കാനുള്ളത്. സോ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളെ +1 എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ ഇതുപോലെ വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരിക്കും എല്ലാവർക്കും താൽക്കാലികമായിട്ട് ഞാൻ വിട പറയുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.